ഇതാ ഒരാൾ വന്നിരിക്കുന്നു, വരട്ടെ. എല്ലാവരും ലാലേട്ടൻ്റെ ഗുഡ് പോയിൻറ്റ്സേ പറയുള്ളൂ. എനിക്കൊരു ബാഡ് പോയിന്റ് പറയാനുണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഞാൻ പരദേശി ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറ്റിലുണ്ടായിരുന്നു എന്ന് എനിക്ക് വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്താൽ ഡബിൾ ആക്കിയിട്ട് ലാലേട്ടൻ മാറ്റി ചെയ്യും. ബിക്കോസ് ഹീസ് സച്ച് എ ഗുഡ് ഫുഡി. ഞാൻ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഭക്ഷണം നന്നായിട്ടുണ്ട്, പാചകം ചെയ്യുന്നില്ലേ? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്. നന്നായിട്ട് വരും. നമസ്കാരം, ഞാനും ഉണ്ട്. ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ച കൂട്ടത്തിൽ ഞാൻ ആലോചിച്ചത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? പല പ്രാവശ്യം നമ്മൾ വളരെയധികം കുക്കിംഗ് റിസർച്ച് ചെയ്ത് ആഹാരങ്ങളുണ്ടാക്കി യാത്ര ചെയ്ത സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ലാലിങ്ങനെ പല സമയത്ത് കുക്ക് ചെയ്തു പല പല ഭക്ഷണങ്ങളും, ചൈനീസ്, കോണ്ടിനെൻ്റൽ, വെസ്റ്റേൺ, ജാപ്പനീസ് വരെ കുക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ലാലിത് എങ്ങനെ പഠിച്ച ലാൽ? ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് പറയാമോ ഇതെങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചതെന്നൊക്കെ? ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് ഞാൻ അറിയാവുന്ന ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, അല്ലേ? അങ്ങനെയല്ലേ? അറിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോസ് തോമസ് നമ്മുടെ ചോയ്സ് സ്കൂളിൻ്റെ ജെ ടി ഞാൻ US പോകുമ്പോൾ JTയുടെ വീട്ടിൽ താമസിക്കാറുണ്ട്. അപ്പോൾ JTയുടെ കുട്ടികളുടെ ഒരു നിർബന്ധം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ്. ഞാൻ ഒരുപാട് ഡിഷ് കുക്ക് ചെയ്ത് അവർ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ JTയായിട്ട് ഒരുപാട് കുക്ക് ചെയ്യാറുണ്ട്. അദ്ദേഹം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അവരോട് പറയും, ഞാൻ റെസിപ്പീസ് വെച്ചല്ല, ഇൻഗ്രീഡിയൻസ് വെച്ചല്ല കുക്ക് ചെയ്യുന്നത്. ഐ ആം കുക്കിംഗ് വിത്ത് ലവ്. അതാണ്. അപ്പം ഞാനിടുന്നതൊക്കെ നന്നായി വരും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല. രണ്ടാമത് ഉണ്ടാക്കുന്നത് ഇതിനേക്കാളും വേറൊരു തരത്തിലായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും മദ്രാസിൽ വെച്ച് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി. അത് ഭയങ്കര ഹിറ്റായി. ഹിറ്റായി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഡിഷായിട്ടത് മാറി. എനിക്കൊരു സംശയം, അവസാനം ലാലി അഭിനയം നിർത്തി ഒരു പാചകക്കാരനായി മാറുമല്ലോ? ഞാൻ 2 വർഷം ഒരു മാഗസീനിൽ റെസിപ്പീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമായാൽ ഞാനത് ആ വീട്ടിലെ ആൾക്കാരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പി എഴുതി വാങ്ങിക്കും. കാര്യം ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ബാക്കിയുള്ള ഒരാൾക്കോട്ട് ഇഷ്ടപ്പെട്ടാൽ എന്താ കുഴപ്പം? വളരെ രസകരമായ ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ആ മാഗസീനിൽ ഞാൻ എഴുതിയിരുന്നു. ഗൃഹലക്ഷ്മിയിലാണ് ഞാൻ എഴുതിയിരുന്നത്. അതിപ്പം ആ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അത് ഒരുപാട് പേര് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.